മാസങ്ങൾക്ക് മുൻപാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ കൊട്ടിഘോഷിച്ച് ഒരു ആയുധ കരാർ ഒപ്പിട്ടത്. വെറും ആയുധ കരാറല്ല, ആണവായുധ കൈമാറ്റ കരാർ. ഈ കരാറിനൊരു പ്രത്യേകതയുണ്ടായി. ഇരു രാജ്യങ്ങളെയും മറ്റേതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അത് സ്വന്തം രാജ്യത്തെ ആക്രമിക്കുന്നതായി കണക്കാക്കി രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് തിരിച്ചടിയും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയെ ഒതുക്കാൻ പാകിസ്ഥാൻ കൊണ്ടുവന്ന ഒരു അതിബുദ്ധിയായിരുന്നു ഇത്. പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ സൗദി അറേബ്യയും ചേർന്ന് പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യയെ തിരിച്ചാക്രമിക്കും. അതുപോലെ സൗദിയെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനും സൗദിയും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കും. ഇതായിരുന്നു ആ കരാറിന്റെ പ്രധാനപ്പെട്ട നിബന്ധന. ഈ കരാർ വന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇനി ഇന്ത്യ അടങ്ങി ഒതുങ്ങി ഇരുന്നു കൊള്ളണം, ഇല്ലാത്ത പക്ഷം ഞങ്ങളും സൗദി അറേബ്യയും ഇന്ത്യയെ തീർത്തുകളയും എന്നൊക്കെയുള്ള വലിയ വെല്ലുവിളിയും വീമ്പടിയുമൊക്കെ. ഇന്ത്യ അതിന് വലിയ വില കൽപ്പിച്ചൊന്നുമില്ല. ഇന്ത്യ അന്നും പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഞങ്ങൾ പകുതി വഴിയിൽ ഒന്ന് നിർത്തിവെച്ചതാണ്, ഇനിയും പ്രകോപനം തുടർന്നാൽ ഞങ്ങൾ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും, അത് താങ്ങാനുള്ള കരുത്ത് ചിലപ്പോൾ ഇസ്ലാമാബാദിന് ഉണ്ടായെന്ന് വരില്ല. ഇന്ത്യ വളരെ രസകരമായ രീതിയിൽ അതിനെ കണ്ടു. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ സൗദിയും പാകിസ്ഥാനുമായുള്ള കരാർ ഉണ്ടാക്കിയതിന് പിന്നാലെ സൗദിയിലേക്ക് നിർണായകമായ ചില ആയുധങ്ങളൊക്കെ സൗദി നൽകിയെന്നുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ സംഭവ വികാസമാണ് അഫ്ഗാൻ പാകിസ്ഥാൻ യുദ്ധം, താലിബാൻ പാകിസ്ഥാൻ യുദ്ധം. ഈ സൗദിയുമായി കരാർ ഉണ്ടാക്കിയതിന് പിന്നാലെ പാകിസ്ഥാന് കഷ്ടകാലത്തോട് കഷ്ടകാലം. ബലൂജ് മേഖലയിൽ ഇന്ന് പാകിസ്ഥാനെതിരെയുള്ള നിരന്തര ആക്രമണം, പാക് അധീന കാശ്മീരിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം, അത് ഒടുവിൽ പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും പാകിസ്ഥാൻ ആ പ്രക്ഷോഭകാരികളോട് പാകിസ്ഥാൻ ഭരണകൂടം കൈകൂപ്പി വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ചെയ്യും. അതിന് പിന്നാലെ താലിബാനുമായുള്ള യുദ്ധം. 3 ദിവസമേ നീണ്ടുന്നുള്ളൂ താലിബാന്റെ ആക്രമണം. ആ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ താലിബാൻ ഭരണകൂടത്തിന് മുന്നിൽ നാണം കെട്ട് വെടിനിർത്തലിന് വേണ്ടി യാചിച്ച ഒരു ഭരണകൂടമായി പാകിസ്ഥാൻ. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 2ാം തവണയാണ് ഒരു രാജ്യത്തോട് പാകിസ്ഥാൻ ഭരണകൂടം വെടിനിർത്തലിന് വേണ്ടി കൈകൂപ്പി യാചിക്കുന്നത്. ആദ്യ യാചന ഇന്ത്യക്ക് മുന്നിലായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് താലിബാന് മുന്നിലായിരുന്നു എന്ന് മാത്രം. ഒടുവിൽ പാകിസ്ഥാൻ സൈനികരെ നിരവധി പേരെ താലിബാൻ സേന വധിച്ചു. അവരുടെ യൂണിഫോമുകളും തോക്കുമൊക്കെ, അവരുടെ പാൻസും തോക്കുമൊക്കെ അവർ കാബൂളിലും മറ്റ് അവരുടെ ടൗണുകളിലും പ്രദർശിപ്പിച്ചു. ഖൈബർ പഷ്തൂങ്ക മേഖലയിലെ നിരവധി സൈനിക പോസ്റ്റുകൾ ആക്രമിച്ച് തകർത്തു. എന്തിനു പറയുന്നു, പാകിസ്ഥാൻ സൈന്യത്തെ കിലോമീറ്ററുകൾ തുരത്തി ഓടിച്ചു താലിബാൻ സേന. ഒടുവിൽ മറ്റ് ഗത്യന്തരമില്ലാതെ ഖത്തറിന്റെ ഒക്കെ സഹായം തേടി, സൗദി അറേബ്യയുടെ സഹായം തേടി ഈ വെടിനിർത്തൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. സൗദിയുടെ വിദേശകാര്യ മന്ത്രി, സൗദിയുടെ ഭരണത്തലവൻ താലിബാന്റെ മന്ത്രിയെ വിളിച്ചു, അല്ലെങ്കിൽ താലിബാന്റെ ഭരണത്തലവനെ വിളിച്ചു. പാകിസ്ഥാനെ ആക്രമിക്കുന്നത് നിർത്തണം, എല്ലാം ഒരു മുസ്ലിം രാജ്യങ്ങളല്ലേ, എന്തിനാണ് മുസ്ലിം രാജ്യങ്ങൾ പരസ്പരം അടിച്ച് ചാകുന്നത്? അവിടെ കൊണ്ട് അവസാനിച്ചില്ല. താലിബാൻ പറഞ്ഞു, പാകിസ്ഥാൻ ഞങ്ങളോട് മാപ്പ് പറയണം. ഒടുവിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ വെള്ളക്കൊടി വീശി പാകിസ്ഥാൻ സൈന്യം മാപ്പ് പറഞ്ഞു. അങ്ങനെ 48 മണിക്കൂർ 2 ദിവസത്തെ വെടിനിർത്തൽ യാഥാർത്ഥ്യമായി. എന്റെ ചോദ്യം ഇത്രയാണ്, പാകിസ്ഥാനും സൗദിയും തമ്മിൽ നിലവിലൊരു ആണവായുധ കൈമാറ്റ കരാറില്ലേ? ഇതിലേതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ 2 രാജ്യവും ഒന്നിച്ച് ആക്രമിക്കുന്ന രാജ്യത്തെ തിരിച്ചാക്രമിക്കുമെന്ന്. എന്തുകൊണ്ടാണ് താലിബാൻ പാകിസ്ഥാനെ ആക്രമിച്ചിട്ട് സൗദി അറേബ്യ താലിബാനെതിരെ ഒരു ആക്രമണം നടത്താത്തത്? താലിബാനെതിരെ ആക്രമണം നടത്തിയില്ല എന്ന് മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കർശന നിർദ്ദേശം എന്തുകൊണ്ട് കൊടുത്തില്ല? അല്ലെങ്കിൽ താലിബാനെ തിരിച്ചടിക്കാൻ വേണ്ടി എന്തുകൊണ്ട് പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്തില്ല? അവിടെയാണ് ഈ കരാറിലെ പൊള്ളത്തനം മനസ്സിലാവുന്നത്. പാകിസ്ഥാൻ എന്ന മണ്ടൻ രാജ്യത്തിന് സൗദിയുടെ ബുദ്ധി മനസ്സിലായില്ല. അമേരിക്കയാണ് സൗദിയെ കൊണ്ട് പാകിസ്ഥാനുമായി ഒരു ആണവ കരാർ, ആണവായുധ കൈമാറ്റ കരാർ ഉണ്ടാക്കിപ്പിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും പാകിസ്ഥാൻ ഉണ്ടായില്ല. ഇത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഫലം മാത്രമായിരുന്നു. സൗദിയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്തലാക്കിയ, ഇസ്രായേലിനൊപ്പം നിലകൊണ്ട ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ
അമേരിക്ക ഇറക്കിയ ഒരു തന്ത്രം മാത്രമായിരുന്നു സൗദി പാകിസ്ഥാൻ ആണവായുധ കൈമാറ്റ കരാർ. ഈ കരാർ രംഗത്ത് വന്നതിന് പിന്നാലെ ഇന്ത്യ അമേരിക്കയെ ബന്ധപ്പെടുമെന്നും അമേരിക്കയുടെ കാല് പിടിക്കുമെന്നും സൗദിയെ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ വേണ്ടി സമ്മതം ചെലുത്തുമെന്നും ഡൊണാൾഡ് ട്രംപും സൗദി ഭരണാധികാരിയും വിചാരിച്ചു. എന്നാൽ ഒരു ചുക്കും സംഭവിച്ചില്ല. ഇന്ത്യ സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ഉറപ്പിച്ചു. സൗദി പാകിസ്ഥാന് ആണവായുധമോ എന്തോ കൊടുത്തുകൊള്ളട്ടെ, ഞങ്ങൾക്കതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇന്ത്യ റഷ്യയുമായി ഊർജ ഇറക്കുമതിയിലെ കരാർ കൂടുതൽ സുദൃഢമാക്കി. ഇറാഖിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടുതൽ എണ്ണ വാങ്ങി. അതിനപ്പുറം താലിബാനെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ ഇന്ത്യയുടെ വരുതിയിലാക്കി. സംഭവിച്ചതോ പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരുന്ന അവസ്ഥയിലെത്തി. പാകിസ്ഥാന്റെ സൈന്യം നിലവിളിച്ചോടുമ്പോൾ മിണ്ടാട്ടമില്ലാതെ സൗദി അറേബ്യ വെറുതെ നിന്നു, കയ്യും കെട്ടി നോക്കി നിന്നു. പാകിസ്ഥാൻ നിലവിളിച്ചു, നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ കരാറുണ്ടാക്കിയത്. സൗദി പറഞ്ഞു, നടക്കില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിനുള്ള കെൽപ്പ് പാങ്ങ് ഞങ്ങൾക്കില്ല, അതുകൊണ്ട് സ്വയം കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീഴുക.